OICC ഭാരവാഹിത്വത്തിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടാകുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് കെ സുധാകരൻ. ഇത് സംബന്ധിച്ച വാർത്ത നേരത്തെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. PV കുട്ടൻ ചേരുന്നുണ്ട് വാർത്ത പുറത്തു കൊണ്ടുവന്ന ആളെന്ന നിലയിൽ. കുട്ടൻ, നേരത്തെ തന്നെ കുട്ടൻ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരുന്നു. OICCയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി. കെ സുധാകരൻ അവിടെയും ഒരു അപ്രമാദിത്യം കാണിക്കുന്നു. തന്നിഷ്ടപ്രകാരം OICC ഭാരവാഹിത്വത്തിലും തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം സുധാകരന്റെ ഭാഗത്തുണ്ടാകുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ എല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുതിയ ഭാരവാഹി പട്ടികയിലും, അതായത് UAE ഇൻകാസ് UK കമ്മിറ്റിയുടെ ഭാരവാഹി പട്ടികയിലും തന്നിഷ്ടക്കാരെ, തനിക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നു. ഹൈക്കമാൻഡിൻ്റെ ഈ നടപടികളെയെല്ലാം, ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സുധാകരന്റെ പുതിയൊരു നടപടി. അവിനിഷ, ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്, അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ OICC. ഇതിന്റെ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് വലിയ തർക്കം ഉടലെടുത്തിരുന്നു. നേരത്തെ കുമ്പളത്ത് ശങ്കരപ്പിള്ള എന്ന് പറയുന്ന ഒമാനിൽ നിന്നുള്ള ആ പ്രതിനിധിയായിരുന്നു OICCയുടെ ചെയർമാൻ. അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റുന്ന ഒരു നിലയുണ്ടായി. അതിനുശേഷം സുധാകരന് വളരെ വേണ്ടപ്പെട്ട ജെയിംസിനെ അതിന്റെ കൊണ്ടുവന്നു. എന്നാൽ VD സതീശൻ ഉൾപ്പെടെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ഈ മറുവിഭാഗം AICCക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ഈ തീരുമാനം റദ്ദാക്കുന്നതിന് വേണ്ടി കെ സുധാകരന് നിർദ്ദേശം നൽകി. അങ്ങനെ ആ തീരുമാനം മരവിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ തീരുമാനവുമായി കെ സുധാകരൻ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം സുധാകരൻ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. UAE ഇൻകാസ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് TU രാധാകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ പുറത്തിറക്കിയ സർക്കുലറിൽ ഇപ്പോൾ കുമ്പളത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ആദ്യം ഇറക്കിയ സർക്കുലറിനകത്ത് കുമ്പളത്തിന്റെ പേരുണ്ട്. അതായത് ഈ കമ്മിറ്റിയിലെ ഭാരവാഹികളുടെ പേരുകൾ വെക്കുന്നു. അതായത് അതിൽ ഇങ്ങനെയാണ്: UAE ഇൻകാസ് ഷാർജ സംസ്ഥാന കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് KPCCയുടെ ചുമതല വഹിക്കുന്ന ഭാരവാഹികളായ VP സജീന്ദ്രൻ, MM നസീർ എന്നിവർ KPCCക്ക് സമർപ്പിച്ച പ്രപ്പോസൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP അംഗീകരിച്ചതായി അറിയിക്കുന്നു. ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു എന്നാണ് ഈ സർക്കുലറിലുള്ളത്. അതിന്റെ ഏറ്റവും താഴെയാണ് ഇതിന്റെ കോപ്പി. ആദ്യത്തെ സർക്കുലറിൽ കോപ്പി എന്ന് പറയുമ്പോൾ ഈ ശങ്കരപ്പിള്ളയുടെ പേരുമുണ്ട്, അതോടൊപ്പം തന്നെ ജെയിംസ് കൂടലിന്റെ പേരുമുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. അതിനകത്ത് ജെയിംസ് കൂടലിന്റെ പേര് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വീണ്ടും പാർട്ടികൾക്ക് വലിയ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഈ VD സതീശൻ ഉൾപ്പെടെ തീർച്ചയായും ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരും. ഏതായാലും AICCയുടെ നിർദ്ദേശം പൂർണ്ണമായും തള്ളിയ കെ സുധാകരനെതിരെ പാർട്ടിക്കകത്തും വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. വിനിഷ. ശരി കുട്ടൻ, OICC ഭാരവാഹിത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. കെ സുധാകരൻ നിഷ്പക്ഷമായ കെ സുധാകരന്റെ തനിഷ്ടപ്രകാരം ഓരോ നിലപാടുകൾ എടുക്കുന്നു. AICCയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നു. ഹൈക്കമാൻഡ് നടപടികളെല്ലാം തള്ളിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് തന്നിഷ്ടപ്രകാരം കെ സുധാകരന്റെ ഓരോ നടപടികളും കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് PV കുട്ടൻ പറയുന്നത്.